നമസ്കാരം, ഞാൻ സ്വാതിയാണ്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇതിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോൾ, അതായത് ഇനി സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷകളൊക്കെ അവസാനിപ്പിച്ചിട്ട് പിന്നെ കൊടുങ്ങല്ലൊരു മാടവനാലിൽ ഇരിക്കുന്ന ഒരു ഡോക്ടറെ പോയി കണ്ടായിരുന്നു. ആൾ എന്നോട് 3 മാസം എനിക്ക് മരുന്നൊക്കെ തന്നു. ആളിങ്ങനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കുന്ന സ്പൈനൽ കോഡിൽ ഫ്ലൂയിഡ് കുറവായിട്ടാണ് വേദന വരണേന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ചു. 3 മാസത്തോളം മരുന്ന് കഴിച്ചപ്പോൾ ഞാൻ വെയിറ്റ് കൂടിയപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേദന കുറവുമില്ല, എന്നാൽ ഞാൻ വെയിറ്റും കൂടാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, താൻ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോനെ കണ്ടിട്ട് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു, MRI എടുക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ തൃശ്ശൂർ വലിയൊരു ഹോസ്പിറ്റലിൽ പോയി പ്രശസ്തമായ ഒരു ന്യൂറോ സർജനാണ്, അയാളെ പോയി കണ്ടു. അപ്പോൾ അയാൾ ചെന്നപ്പോൾ പരിശോധിച്ചു, കൈയും കാലൊക്കെ ഇങ്ങനെ തട്ടിയൊക്കെ പരിശോധിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ ബ്ലഡ് ടെസ്റ്റുകൾ എഴുതി. ആ ബ്ലഡ് ടെസ്റ്റുകളുടെ റിസൾട്ടൊക്കെ കൊണ്ട് ചെന്നപ്പോൾ അയാൾ 2 ആഴ്ചത്തേക്ക് മരുന്ന് എഴുതി. ഒരാഴ്ച അതിലത്തെ വേദനയുടെ ഗുളിക ഒരാഴ്ച കഴിച്ചിട്ട് ഞാൻ നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് വേദന വരിക. 2 ആഴ്ച ഗുളിക കഴിക്കാൻ നിന്നില്ല ഞാൻ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നു, സാറേ എനിക്ക് വേദന കുറയണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 2 ആഴ്ചത്തേക്കാണല്ലോ മരുന്ന് എഴുതിയത്, താൻ എന്താ ഒരാഴ്ച ആകുമ്പോഴേക്കും വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 2020 തൊട്ട് ഡോക്ടർമാരെ കണ്ട ലിസ്റ്റ് മൊത്തം ഈ സാറിനെ കാണിച്ചു. അപ്പോൾ സാറ് ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, താനൊരു ബുക്ക് പോലെ മരുന്നിൻ്റെ ലിസ്റ്റുകൾ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയ മരുന്ന് എന്തുകൊണ്ട് തനിക്ക് 2 ആഴ്ച കഴിച്ച് നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വേദന കുറയണില്ല സാറേ. അപ്പോൾ എൻ്റെ ചേച്ചി ഡോക്ടറോട് പറഞ്ഞു, സാറേ എന്തെങ്കിലും സ്കാനിങ് എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ എന്താ വേദന എന്ന് അറിയാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർ ഭയങ്കരമായിട്ട് ചൂടായി ഞങ്ങളോട്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുകയാണെങ്കിൽ പിന്നെ ഇതിനെന്നാ കാണാൻ വന്നത്, നിങ്ങൾ സ്കാൻ ചെയ്തു, എനിക്കെന്താ കുഴപ്പം, നിങ്ങളുടെ പൈസയല്ല പോകുന്നതെന്ന് പറഞ്ഞിട്ട് സ്കാനിങ് ചെയ്തിട്ട് എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു തന്നോളൂ. ഭയങ്കര വിഷമമായിപ്പോയി. നമ്മളൊരു ഡോക്ടർമാരെ ദൈവത്തിന് തുല്യ കാണുന്നത്. നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള കഴിവ് ഡോക്ടർമാർക്കുള്ളൂ. അവരെ ദൈവത്തിനെ പോലെ കാണുന്ന ആൾക്കാർ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ ഇങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. നമ്മൾ വെറുതെ ഒന്നുമല്ലല്ലോ ഡോക്ടർമാരെ കാണാൻ പോകുന്നത്, കാശ് കൊടുത്തിട്ടല്ലേ കാണാൻ പോകുന്നത്. എന്നിട്ട് അവർ നമ്മളോട് പെരുമാറുന്ന രീതി ചില ഡോക്ടർമാർ പെരുമാറുന്ന രീതി വളരെ മോശമാണ്. അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനവിടെ വിഷമിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, സ്കാൻ ചെയ്യണ്ട, കാരണം നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതാണ്. നമ്മളെ ചികിത്സിക്കാനോ ഒന്നിനും അവർക്ക് താല്പര്യമില്ല എന്ന് അതിൽ നിന്നെല്ലാം മനസ്സിലായി. അപ്പോൾ ഇനി സ്കാൻ ചെയ്യണ്ട, താൻ പോന്നേക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങൾ പിന്നെ ഒരു ആയുർവേദത്തിലെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ശരീരത്തിൽ മൊത്തം നീർക്കെട്ടാണ്, അതുകൊണ്ടാണ് ഈ പുറം വേദന എന്ന് പറഞ്ഞിട്ട് ഉഴിച്ചിൽ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഉഴിച്ചിലിനുള്ള കാര്യങ്ങളൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി. ഉഴിച്ചിൽ നടത്താൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളൊരു കസിൻ്റെ വീട്ടിൽ പോയിട്ട് ഉഴിച്ചിൽ നടത്തി. 10 ദിവസം ഉഴിച്ചിൽ നടത്തി കഴിഞ്ഞ് പിന്നെ വേദന ഒക്കെ കൂടുതൽ തന്നെയാണ്, കുറയണമൊന്നുമില്ല. പിന്നെയും ഞാൻ കുറേ നാൾ വേദനയുടെ ഗുളിക മാത്രം കഴിച്ച് നടന്നു. എപ്പോഴും എല്ലായിടത്തേക്കും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ, എനിക്ക് വയ്യാന്ന് എപ്പോഴും പറയാം. അപ്പോൾ പറയാൻ പേടിയാണ്. അപ്പോൾ വേദനയുടെ ഗുളിക കഴിച്ച് കുറച്ചുകൂടി നാൾ നടന്നു. പിന്നെ തീരെ പറ്റണില്ല. അപ്പോൾ പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് വേദനയാണ്, എനിക്ക് സഹിക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ജോലി നിർത്തി. എനിക്ക് പറ്റണില്ല, ജോലിക്ക് പോകാനും പറ്റാത്തില്ല. കാരണം രാത്രി മൊത്തം ഉറങ്ങാണ്ട് എനിക്ക് വേദന എടുത്ത് കിടന്നിട്ട് നേരത്തെ എനിക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഞാനവിടെ ചാലക്കുടിയിൽ ഒരു ഡോക്ടറെ പോയി കണ്ടു. ആളെടുത്ത് മരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ എന്ത് ചെയ്തു, കുറേ മരുന്നുകളൊക്കെ എഴുതി, ECG ഒക്കെ എടുത്ത് അതിൽ കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എഴുതി മരുന്നുകൾ 10 ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വേദനയൊക്കെ കുറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. എൻ്റെ വേദനയൊക്കെ കുറഞ്ഞതിന് ഓക്കെ ആയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ എന്ത് ചെയ്തു, 1-2 മരുന്ന് നിർത്തിയിട്ട് പിന്നെ മരുന്നിൻ്റെ ഡോസും കുറച്ചു. മരുന്ന് എന്തായിരുന്നു, വേദനയുടെ മരുന്നായിരുന്നു. ആ നിർത്തിയപ്പോൾ പിന്നെ എനിക്ക് വേദന തുടങ്ങി. അപ്പോൾ എൻ്റെ അസുഖം അവിടെ മാറിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത്ര ദിവസം കൂടി മരുന്ന് കഴിക്കാനാണ് പറയുന്നത്. അവരെന്നാൽ ടെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, അവർ പിന്നെയും മരുന്നുകൾ എഴുതാണ്. അപ്പോൾ ഞാൻ സാറിനോട് ഈ ലിസ്റ്റുകൾ മൊത്തം കാണിച്ചു കൊടുത്തു. സാർ ഇത്രയും ഡോക്ടർമാരെ മരുന്നുകളൊക്കെ ഞാൻ കഴിച്ചതാണ്, എന്നിട്ട് എനിക്ക് വേദന കുറയാണ്ടാണ് സാർ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, എന്തായാലും ഞാനൊരു 10 ദിവസത്തും കൂടി മരുന്ന് എഴുതാം, അത് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് CT സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ എനിക്ക് മരുന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ ഒരു മരുന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, കമ്പനി വ്യത്യാസമുണ്ട്, മരുന്ന് വേറെ മരുന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനുള്ള മരുന്നാന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് ടെൻഷനില്ലാണ്ട് ഉറങ്ങാനുള്ള മരുന്നാണ്. സത്യത്തിൽ എനിക്ക് ചങ്കൊക്കെ എന്താ പറയുക, ഭയങ്കര ഒരു വിഷമം തോന്നി. നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഡോക്ടറെ കണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് അയാൾ എനിക്ക് ഉറങ്ങാനുള്ള ഗുളികയാണ് എഴുതിയിരുന്നത്. ഞാൻ ആ മരുന്ന് വാങ്ങിച്ചില്ല. എനിക്ക് വിഷമം കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു, മരുന്ന് വാങ്ങിച്ചില്ല. അങ്ങനെ ഞാനിവിടെ ചെയ്യാരത്ത് ഇലക്ട്രിക് ബെഡ് ഉണ്ട്, അവിടെ ഉഴിച്ചിലിന് പോയി. മസിൽ വേദനയ്ക്കൊക്കെ അത് കുറയുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉഴിച്ചിലിന് പോയി. അങ്ങനെ ഒരു 10-15 ദിവസം അവിടെ ഉഴിഞ്ഞിട്ടും എനിക്ക് വേദന കുറയുന്നില്ല. അങ്ങനെ
ഞാൻ പിന്നെ ഈ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ എനിക്ക് വേദന കുറയണില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിച്ചിട്ട് ഉറങ്ങാനൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. ആ ഉറങ്ങാനൊക്കെ പറ്റി. ഞാൻ കഴിച്ചിട്ടില്ല മരുന്ന്, പക്ഷെ ഞാൻ ഉറങ്ങി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എല്ലിൻ്റെ ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഇനി എല്ലിൻ്റെ ഡോക്ടർ കാണുന്നില്ല, കാരണം അവരൊക്കെ ഞാൻ കണ്ടതാണ്. അവരൊന്നും എനിക്കൊരു മസിലിൻ്റെ വേദന എന്നാണ് പറയണതെന്ന് പറഞ്ഞു. എനിക്ക് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് പോരാ സ്കാനിങ് എന്ന് പറഞ്ഞു. പറ്റില്ല സാറേ, എനിക്കിനി വേദന സഹിക്കാൻ പറ്റില്ല, എനിക്കിനി ടെൻഷൻ കൊണ്ടു നടക്കാൻ പറ്റില്ല, സാർ എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യണം, എന്താണെന്ന് അറിയണം, സ്കാനിങ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ള ഡോക്ടറെ കാണുള്ളൂ. അങ്ങനെയാണ് ആ ഡോക്ടർ എനിക്ക് സ്കാനിങ് എഴുതണം. സ്കാനിങ് എഴുതിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. സ്കാൻ ചെയ്യാൻ ആ റൂമിലേക്ക് സ്കാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടറിനോട് വന്ന് ചോദിച്ചു എന്താ ഇത്ര നാൾ വെച്ചുകൊണ്ടിരുന്നതെന്ന്. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം.